ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. CPM-ന് നേരെ വീണ്ടും ചോദ്യമുന നീളുകയാണ്. നിക്ഷേപകന്റെ ആത്മഹത്യ CPM-ന് ദോഷമായെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ധീരജ് സ്മാരക മന്ദിരത്തിന് പിരിച്ച തുക എത്രയെന്നും ചോദ്യം. തൊടുപുഴയിൽ കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യ സംസ്ഥാന തലത്തിൽ പാർട്ടിക്ക് അവമതിപ്പിന് കാരണമായതായി CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനം. കണ്ണൂരിൽ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തെങ്കിൽ ഇടുക്കിയിലെ നേതാവ് VR സജിയെ സംരക്ഷിക്കുകയാണ് പാർട്ടി ചെയ്യുന്നതെന്നും വിമർശനമുയർന്നു. സാബു ജീവനൊടുക്കുന്നതിന്റെ തലേന്ന് സജി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. സജിയെ രണ്ടാം തവണയും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന് സ്മാരക മന്ദിരം നിർമ്മിക്കാനായി 1.5 കോടി പിരിച്ചിട്ടും കെട്ടിടം പണിതില്ലെന്നും വിമർശനമുയർന്നു. ഇടുക്കി ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച തുകയുടെ കൃത്യമായ കണക്ക് പാർട്ടി പുറത്തുവിടുന്നില്ലെന്നും വിമർശനമുയർന്നു. ധീരജിന് സ്മാരകമായി SFI ജില്ലാ കമ്മിറ്റി ഓഫീസ് ചെറുതോണിയിൽ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. പിരിച്ച 1.5 കോടിയിൽ 70 ലക്ഷം രൂപ ധീരജിന്റെ കുടുംബത്തിന് നൽകിയെന്നാണ് നേതാക്കൾ അനൌദ്യോഗികമായി വിശദീകരിച്ചത്. മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ നടത്തിയ രക്തസാക്ഷി ഫണ്ട് പിരിവിനെപ്പറ്റിയും പ്രതിനിധികൾ ചോദ്യം ഉന്നയിച്ചു. CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അപ്പീലുമായി നവീൻ ബാബുവിന്റെ കുടുംബം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം CBI ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണമെന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. CBI അന്വേഷണം നിരാകരിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാർ എതിർത്തില്ല. തുടർന്ന് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റി. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണമാണ് ആവശ്യമെന്നും വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാനാണ് നിലവിൽ അന്വേഷണം നടത്തുന്നതെന്നാണ് നവീന്റെ കുടുംബത്തിന്റെ ആരോപണം. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബു മരിച്ചത്. നരഹത്യ സാധ്യത മുൻനിർത്തി പോലീസ് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞ കോടതി ആവശ്യം അംഗീകരിച്ചില്ല. തുടർന്നാണ് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്ന് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകിയത്. ട്രംപിനെതിരെ സംസാരിക്കാൻ ലോകത്തിൽ ഒരേ ഒരാൾ മാത്രം. ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ച വിനായകൻ. ഞങ്ങളുടെ വിനായകൻ ഇങ്ങനെയല്ലെന്ന് നിലവിളിച്ച സഖാക്കളെന്ന പരിഹാസവുമായി സോഷ്യൽ മീഡിയ. US-ലേക്ക് കടന്നവരെ തിരിച്ചയച്ച US സർക്കാരിന്റെ നടപടിയിൽ കാര്യമറിയാതെ പ്രതിഷേധിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അണികളും എന്നാണ് ഒരു വശം. മറുവശത്ത് ഈ വിഷയത്തിൽ പ്രതിഷേധവും അലയടിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുണ്ട് എന്നാണ് വിമർശനം. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ വിനായകൻ. നേറ്റീവ് അമേരിക്കൻസിന് വേണ്ടി ട്രംപിനെതിരെ സംസാരിക്കാൻ ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂവെന്നും അത് കേരളത്തിലെ നന്മയ്ക്ക് വേണ്ടി മതം മാറിയ കുടുംബത്തിലെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ജോൺ ബ്രിട്ടാസ് ആണെന്നുമാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിനായകൻ പരിഹസിച്ചപ്പോൾ ആസ്വദിച്ചു നിന്ന കമ്മ്യൂണിസ്റ്റുകളെല്ലാം വിനായകനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് പലതവണ ഇത്തരം വിവാദങ്ങൾ വിനായകൻ ഉണ്ടാക്കിയപ്പോഴും നടന്റെ നിറമാണോ നിങ്ങൾക്ക് പ്രശ്നമെന്ന് ചോദിച്ചവരാണ് ഇന്ന് ഞങ്ങളുടെ വിനായകൻ ഇങ്ങനെയല്ല എന്ന് കരഞ്ഞു വിളിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം.